അപ്പോൾ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. വൈകുന്നേരം ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. നമുക്കിപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെയൊക്കെ വെള്ളം കെട്ടിയിട്ട് കണ്ടില്ല, വെള്ളം കൂടി പോകണില്ല ശരിക്കും. ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ ഇന്നലെ മഴയുണ്ടായിരുന്നു. മഴ മാത്രമല്ല കേട്ടോ, നല്ല കാറ്റും ഇടിവെട്ടും, നമുക്ക് പേടിയാവും. അങ്ങനെയായിരുന്നു. വർഷകാലത്ത് കൂടി ഇത്ര മഴ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. നന്ദൂട്ടനൊക്കെ പേടിച്ച് തന്നെ വന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അമ്മാതിരി ഇടിവെട്ടായിരുന്നു. ഇടിവെട്ട് ഭയങ്കര പേടിയല്ലേ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അങ്ങനെയൊക്കെ കാറ്റ് വീശിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചുറ്റും നിറച്ച് മരങ്ങളാണെന്ന്. അപ്പോൾ നിറച്ച് മരങ്ങളായതുകൊണ്ട് തന്നെ മുറ്റടിക്കാനൊരു ക്ഷാമവും ഇല്ല കേട്ടോ. മുറ്റത്തൊക്കെ നിറച്ച് ചപ്പും ചവറും മാങ്ങയും ഇതൊക്കെ വീണിട്ട് ആകെ നാശം പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ മുറ്റം. ഇതിലിപ്പോൾ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ശരിക്കും നല്ലോണം ഉണ്ട് കേട്ടോ. കണ്ടോ, നിറച്ച ഇലകളാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അവിടെ ഒരു മാങ്ങ കിടക്കണം കണ്ടത്. ഇപ്പോൾ വീണതാന്ന് തോന്നുന്നു. ഫ്രഷ് മാങ്ങയാണ്, പക്ഷെ കാര്യമൊന്നുമില്ല, പുളിയനാണ്. വായൊക്കെ പുളിച്ച് നമുക്ക് നാശമാവും. ഒരു കടി കടിക്കുമ്പോഴേക്ക് നമുക്ക് ഫുള്ള് രോമാഞ്ച പുളകിതമാകും ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ മാങ്ങ. അപ്പോഴേക്ക് ഞാൻ വേഗം മുറ്റടിക്കാൻ തുടങ്ങി. അടുക്കള ഭാഗം മാത്രം വേഗം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ചവറ് കാരണം നടക്കാൻ വയ്യ. അപ്പോൾ വേഗം അങ്ങോട്ട് അടിച്ച് കൂട്ടാമെന്ന് വിചാരിച്ചു. ഞാൻ അടുക്കളയിൽ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചൊന്ന് ഒതുക്കിയിട്ട് ബാക്കി പിന്നെ ചെയ്യാമല്ലോ. പിന്നെ അമ്മയും കൂടിക്കോളും. അപ്പോൾ അങ്ങനെ കടലക്കറി പുട്ടും ആയിട്ടുണ്ട്. അപ്പോൾ നന്ദൂട്ടപ്പൊക്കെ ഫ്രഷായിട്ട് വന്നാൽ നന്ദൂട്ടന് കഴിക്കാൻ കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ശ്രീക്കുമണി മെല്ലെ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ, ഒരു അരിക്കൊമ്പനെയും കൊണ്ട്. അത് അവളുടെ അരിക്കൊമ്പനാണ്. അപ്പോൾ വീഡിയോ എടുക്കണ്ട പറയാം, അമ്മ എടുക്കണ്ട, ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.